ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ബാംഗ്ലൂർ സ്റ്റൈൽ ഒരു മുട്ട മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മളിപ്പം അപ്പം, ചപ്പാത്തി, പൂരി, പൊറോട്ടയൊക്കെ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി ടേസ്റ്റായിട്ടുള്ള കറി ആർക്കാണ് ഇഷ്ടമില്ലാത്ത, എന്നും ഒരേപോലത്തെ കറിയൊക്കെ കൂട്ടി നമുക്ക് ബോറടിച്ച് കഴിയുമ്പം ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ള ഒരു മുട്ട മസാല ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഈ മുട്ട മസാല തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മസാല റെഡിയാക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസിൽ സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക്, ഒരു 7-8 കുരുമുളക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസിൽ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഒരു കൈപ്പിടിയോളം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കറുവാപ്പട്ട, വേറെ ഒന്നും ഇതിലേക്ക് നമ്മൾ ഏലക്ക, ഗ്രാമ്പു ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് കറുവാപ്പട്ട ഇത്രയും മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ മസാല നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഒരു മീഡിയം സൈസിൽ സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ മല്ലിയിലയും തക്കാളിയും സവാളയൊക്കെ ചേർത്ത് നമ്മൾ അരച്ച് മസാലയാക്കിയിട്ട് ഒരു കറി വെക്കാൻ നേരത്ത് നല്ല ടേസ്റ്റാണ് ഇതിന്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കണ്ടോ, ഇപ്പം നമ്മുടെ ആ സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗരം മസാല പൊടി ചേർത്തിട്ടില്ല, ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി ആ പച്ച സ്മെല്ലെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല എണ്ണയ്ക്കകത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളൊന്നും വറുത്തില്ലായിരുന്നു, എല്ലാം പച്ചക്കായിരുന്നില്ല അരച്ചത്. അപ്പോൾ ഇതുപോലെ ആ എണ്ണയ്ക്കകത്ത് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അധികം വേണ്ട, ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇതൊന്ന് മൂടി ഒരു 5 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ഇതിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 4 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനും കുരുമുളക് നമ്മൾ മസാലയ്ക്ക് അരച്ചായിരുന്നല്ലോ, എരിവ് അങ്ങ് കൂടി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുരുമുളക് ഇതിലേക്ക് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ മുട്ട സാധാരണ ചിക്കി പൊരിച്ചെടുക്കുമല്ലോ, അതുപോലെ നമുക്ക് ഈ മുട്ടയൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം എണ്ണ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് തൂത്തിട്ട് പാൻ നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതുപോലെ നമുക്ക് മുട്ടയൊന്ന് നമ്മൾ ആ ഉടച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ അടിഭാഗം ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് അടിഭാഗം മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തീരെ പൊടിയാകാതെ കുറച്ചിങ്ങനെ പീസായിട്ട് വേണം നമുക്കിതുപോലെ മുട്ട കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത പോലെ ആക്കിയെടുക്കണം. ഒത്തിരി പൊടിയായി പോകരുത്, നമുക്ക് കുറച്ച് കഷ്ണമായിട്ട് വേണം. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് കഷ്ണമാക്കിയിട്ട് എടുത്ത് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് വെന്ത് 2 സൈഡ് നന്നായിട്ട് വെന്ത് ഇതുപോലെ അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം ഇവിടെ കണ്ടോ, നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് ആ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് പൊക്കത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, മുട്ട ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൊണ്ട് ഇതുപോലെ കുറച്ച് വലിയ പീസുകളായിട്ട് വേണം മുട്ട നമുക്ക് ഇരിക്കാനായിട്ട്, തീരെ പൊടിയാകരുത് ഇതുപോലെ. എന്നിട്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. മുട്ടയ്ക്കകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, മസാലയ്ക്കകത്ത് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിരുന്നു. ഇനി ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 2-3 സെക്കൻഡ് ഇരുന്നാൽ മതി. അപ്പോൾ ആ മുട്ടയിലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇതുകൊണ്ട് ഇതുപോലെ മൂടി 2-3 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ മതി. അത് കഴിയുമ്പോഴത്തേനും ഒന്നുകൂടെ ഒന്ന് കറി നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂടി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മസാല ഇവിടെ റെഡിയായി.
അടുത്ത പ്രാവശ്യം നിങ്ങൾ ചപ്പാത്തിയോ പൂരിയോ ഒക്കെ തയ്യാറാക്കാൻ നേരത്ത് ഇതുപോലെ മുട്ട മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതല്ല, ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.